ഹാർഡ് ഇയർ സ്കീം 2024 നമ്മൾ കേരള എഞ്ചിനീയറിംഗ് ഫാർമസിയുടെയൊക്കെ തേർഡ് അലോട്ട്മെൻറ്റിന് വേണ്ടി വെയിറ്റ് ചെയ്തിരിക്കുകയാണ് അല്ലേ. അത് കുറച്ച് ലേറ്റ് ആയിട്ടുണ്ട്. നമ്മൾ രാവിലെ ഒരു വീഡിയോ ചെയ്തപ്പോൾ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഒരു ചെറിയ പ്രശ്നങ്ങളുണ്ട്, അത് സോൾവ് ചെയ്തിട്ട് ഇന്ന് രാവിലെ അലോട്ട്മെൻറ്റ് വരും എന്നുള്ളതാണ് പറഞ്ഞു വെച്ചത്. പക്ഷേ കുറച്ച് കാര്യങ്ങളും കൂടി ഓക്കെ ആവാനായിട്ട്, അതായത് നമുക്കൊരു അലോട്ട്മെൻറ്റ് പറഞ്ഞ സമയത്ത് വരാമെന്നുള്ളത് ഇമ്പോർട്ടൻ്റ് ആണ്. പക്ഷേ അതിൽ നല്ലതെന്ന് എന്താണ്, ഒരു ഫെയർ ആയിട്ടുള്ള ഒരു അലോട്ട്മെൻറ്റ് വരാമെന്നുള്ളതാണ് അല്ലേ. അർഹിക്കുന്ന ഒരു കുട്ടിക്ക്, അർഹതപ്പെട്ട സീറ്റിലേക്ക് അർഹതപ്പെട്ട അലോട്ട്മെൻറ്റ് വരാമെന്നുള്ളതാണ് ഇമ്പോർട്ടൻ്റ് അല്ലേ. അപ്പോൾ ചിലപ്പോൾ ഇങ്ങനെയുള്ള ഇഷ്യൂസൊക്കെ എറേഴ്സൊക്കെ വരും, അത് സ്വാഭാവികമാണ് അല്ലേ. അപ്പോൾ ആ ഒരു കാര്യങ്ങളൊക്കെ ക്ലിയർ ആയിട്ട് നമുക്ക് ഇന്ന് തന്നെ അലോട്ട്മെൻറ്റ് പബ്ലിഷ് ചെയ്ത് കിട്ടും കേട്ടോ. വെബ്സൈറ്റിലും പറഞ്ഞിട്ടുണ്ട് അലോട്ട്മെൻറ്റ് വിൽ ബി പബ്ലിഷ്ഡ് സൂൺ എന്നുള്ളത്. നമുക്ക് 6 മണിക്ക് ശേഷം ആ ഒരു അലോട്ട്മെൻറ്റ്, 6 മണി എന്നൊക്കെയാണ് പറയുന്നത്, പക്ഷേ നമുക്കറിയാമല്ലോ ചിലപ്പോൾ വൈകിയേക്കാം. അപ്പോൾ അതൊക്കെ ആ ഒരു ടൈമിൽ നമുക്ക് ഇന്ന് തന്നെ നമ്മുടെ അലോട്ട്മെൻറ്റ് പബ്ലിഷ് ചെയ്ത് കിട്ടും. പിന്നെ നമുക്ക് ടെൻഷനുള്ള ഒരു കാര്യം എന്ന് വെച്ചാൽ ജോയിൻ ചെയ്യാൻ വളരെ കുറച്ച് ദിവസങ്ങളല്ലേ ഉള്ളൂ എന്നുള്ളതാണ്. അപ്പോൾ അതിനും സൊല്യൂഷൻ എൻട്രൻസ് കമ്മീഷൻ നിങ്ങൾക്ക് തന്നിട്ടുണ്ട്. 2 ദിവസവും കൂടി, അതായത് 10-ാം തീയതി വരെ നിങ്ങൾക്ക് ഈ കോളേജിൽ പോയി അഡ്മിഷൻ എടുക്കാനുള്ള ഒരു കാര്യവും കൂടി നീട്ടി തന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങൾ എൻട്രൻസ് കമ്മീഷൻ്റെ അലോട്ട്മെൻറ്റ് പബ്ലിഷ് ചെയ്യുമ്പോൾ നോട്ടിഫിക്കേഷൻ നോക്കുക, അതിലെന്താണോ പറഞ്ഞിരിക്കുന്നത് ആ രീതിയിൽ കാര്യങ്ങൾ ചെയ്തിട്ട് ആ ഒരു ഡേറ്റുകളിൽ നിങ്ങൾ കോളേജിൽ പോയി ജോയിൻ ചെയ്യുക കേട്ടോ. പിന്നെ മറ്റൊരു കാര്യം എന്ന് പറയുന്നത് നമ്മുടെ ഇൻഡക്ഷൻ പ്രോഗ്രാംസ്. ഇപ്പോൾ നമുക്ക് 9-ാം തീയതിയൊക്കെയാണ് ഇൻഡക്ഷൻ പ്രോഗ്രാംസ് നടക്കുന്നത്. മിക്ക കോളേജുകളും വെബ്സൈറ്റിൽ അതിൻ്റെ ഷെഡ്യൂളൊക്കെ പബ്ലിഷ് ചെയ്തിട്ടുണ്ടാകും. അല്ലെങ്കിൽ നിങ്ങൾക്ക് ചേർന്നേക്കുന്ന കോളേജിൻ്റെ വാട്സപ്പ് ഗ്രൂപ്പ് വഴിയൊക്കെ നിങ്ങൾക്ക് ചിലപ്പോൾ അഡ്മിഷൻ അതിൻ്റെ റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ അറിയുന്നതിനോടൊപ്പം ഇൻഡക്ഷൻ പ്രോഗ്രാമിൻ്റെ കാര്യങ്ങൾ നിങ്ങൾക്ക് പബ്ലിഷ് ചെയ്ത് കിട്ടിയിട്ടുണ്ടാവും. പക്ഷേ അതിലെന്തെങ്കിലും ചേഞ്ച് ഉണ്ടോ എന്നുള്ളത് വെബ്സൈറ്റ് നോക്കണം. അല്ലെങ്കിൽ അത് റിലേറ്റഡ് ആയിട്ട് നിങ്ങൾക്ക് എന്താണോ എവിടെ നിന്നാണോ ഇൻഫർമേഷൻ കിട്ടുന്നത് ആ ഒരു കാര്യം കറക്റ്റായിട്ട് നോക്കുക. എന്തെങ്കിലും ചേഞ്ചസ് ആ ഒരു ഇൻഡക്ഷൻ പ്രോഗ്രാമിൽ 9-ാം തീയതി മുതൽ നടക്കുന്ന ഇൻഡക്ഷൻ പ്രോഗ്രാമിൽ ഡേറ്റോ സമയത്തിലോ എന്തെങ്കിലും ചേഞ്ചുകൾ ഉണ്ടോ എന്നുള്ളത് നിങ്ങൾ നോക്കിയിട്ട് വെബ്സൈറ്റ് വഴി തന്നെ അവർ അറിയിക്കും സാധാരണ. അല്ലെങ്കിൽ നിങ്ങൾക്ക് കോളേജിൻ്റെ മെസ്സേജുകൾ ഏത് വഴിയാണോ കിട്ടുന്നത് അതിലൂടെ അറിയിക്കും. അപ്പോൾ അതനുസരിച്ചിട്ട് കാര്യങ്ങളൊന്ന് നോക്കിയിട്ട് അത് ഫോളോ ചെയ്യാനും കൂടി ശ്രദ്ധിക്കണം കേട്ടോ. ടേക്ക് കെയർ, സ്റ്റേ ബ്ലെസ്ഡ്. താങ്ക് യു.